പാൻ കാർഡുകൾ എന്താണെന്ന് നിങ്ങൾക്കേവർക്കും അറിയാം. എന്നാൽ മൈനർ പാൻ കാർഡുകൾ എന്താണെന്ന് അറിയാമോ? കുട്ടികളുടെ പേരിലുള്ള നിക്ഷേപങ്ങൾ, മ്യൂച്വൽ ഫണ്ട്, FD പോലുള്ളവ മുതൽ അവരെ ഒരു സർക്കാർ പദ്ധതിയിൽ നോമിനിയാക്കുന്നതിന് വരെ ഇന്ന് മൈനർ പാൻ കാർഡ് നിർബന്ധിത രേഖയാണ്. കുട്ടികൾ ഇന്ന് സമൂഹത്തിലെ ഒരു പ്രധാന വരുമാനക്കാരായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടി ഒരു TV ഷോയിലോ അല്ലെങ്കിൽ പരസ്യം, അഭിനയം അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റികളിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കഴിവുകളിൽ നിന്നും പണം സമ്പാദിക്കുന്നുവെങ്കിൽ രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. നികുതി അടയ്ക്കുന്നതിന് പാൻ കാർഡ് വളരെ പ്രധാനവുമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൈനർ പാൻ കാർഡിനായി കുട്ടികളുടെ പേരിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എങ്ങനെയാണ് മൈനർ പാൻ കാർഡിനായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത്? NSDLന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഇവിടെ ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ നിന്നും ഫോം 49A തിരഞ്ഞെടുക്കുക. തുടർന്ന് ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വിവരങ്ങൾ, അതായത് പേര്, ജനനതീയതി മുതലായവ നൽകുക. കൂടാതെ മാതാപിതാക്കളുടെയോ രക്ഷിതാവിൻ്റെയോ വിശദാംശങ്ങൾ നൽകേണ്ടിയും വരും. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിൻ്റെ ഐഡന്റിറ്റി, വിലാസം, തെളിവുകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക. ഫോമിൽ രക്ഷിതാവിൻ്റെ ഒപ്പമിട്ട് ഓൺലൈനായി ഫീസ് അടയ്ക്കുക. തുടർന്ന് വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് കാർഡ് അനുവദിക്കുകയും ചെയ്യും. ഓഫ്ലൈനായും മൈനർ പാൻ കാർഡിനായി അപേക്ഷ നൽകാവുന്നതാണ്. അതിനായി നിങ്ങളുടെ അടുത്തുള്ള NSDL ഓഫീസിലോ അടുത്തുള്ള പാൻ ഫെസിലിറ്റേഷൻ സെൻ്ററിലോ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.